നമ്മൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം, നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നത് ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഒരു ഉൺഗിലേൻ്റെ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യാനല്ലല്ലോ, ആണോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടു, ജർമ്മൻ നേഴ്സിംഗ്, അതായത് ജർമ്മനിൽ തോറ്റാലും, അതായത് ഹോസ്പിറ്റലും കഴിഞ്ഞ് നമ്മൾ തോറ്റാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഗൈസ്. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം എക്സാം എഴുതാം. എന്നിട്ടും ജയിച്ചില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെയോ സെക്കൻഡ് ഇയറിൻ്റെയോ സർട്ടിഫിക്കറ്റ് വെച്ച് ഫ്ലീഗ ഹെൽപ്പറായിട്ട് കയറാമെന്ന് ഞാനൊരു റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടു. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, നോ കമൻറ്റ്സ്. നിങ്ങളൊന്നും ഓർക്കണം, ജർമ്മനിൽ നിങ്ങൾ ഫ്ലീഗ ഹൗസ് ബിൽഡിങ് ചെയ്യുവാന്നേ, പ്രത്യേകിച്ച് ഫാക്രാഫ്റ്റിൻ്റെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 3 ആരിക ഹൗസ് ബിൽഡിങ്, അതായത് 3 ഇയേഴ്സിൻ്റെ ഹൗസ് ബിൽഡിങ് നിങ്ങൾ ചെയ്യുവാന്നേ, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എഴുതാം. മെയിൻ എക്സാം റിപ്പീറ്റേഷൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് എഴുതാം. അത് കഴിഞ്ഞ് എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ് ഇപ്പം നിങ്ങൾ ഫുള്ളി തോറ്റ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ആദ്യം പ്രാവശ്യം എഴുതി, നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ഒരു പ്രാവശ്യം കൂടെ എഴുതാം. അങ്ങനെ 2 പ്രാവശ്യം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ് പിന്നെ ആ സ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റിൽ പോയി ആദ്യം തൊട്ട് ഒന്നുകൂടെ 3 ഇയർ ഒന്നുകൂടെ പഠിക്കാം. അതാണ് നമുക്ക് ഒരു ഓപ്ഷൻ, അതാണ്. പിന്നെ ഫ്ലീഗ ഹെൽപ്പറിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പണ്ട് ഫ്ലീഗ ഫാക്രാഫ്റ്റ് പഠിച്ചവർക്ക് ഡയറക്റ്റ് പോയി ഫ്ലീഗ ഹെൽപ്പറിൻ്റെ എക്സാം എഴുതിയിട്ട് കയറായിരുന്നു. ആ പരിപാടി അവരങ്ങ് എടുത്തു മാറ്റി. ഇപ്പോൾ ഫ്ലീഗ ഹെൽപ്പർ പഠിച്ചിട്ടേ എഴുതാൻ പറ്റത്തുള്ളൂ.